الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. നമ്മുടെ വീടുകളാകട്ടെ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളാകട്ടെ, അങ്ങാടികളാകട്ടെ, എല്ലാം അതിനുള്ള ഒരുക്കങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ വസിക്കുന്ന ഈ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പണ്ഡിതന്മാർ ഈ റമദാന് തൊട്ടുമുണ്ടുള്ള ഈ ശഅബാനിനെ വിശേഷിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, വിശുദ്ധ ഖുർആൻ. അത് ഹിഫ്ളുള്ള, മനപ്പാഠം പഠിച്ച, തറാവീഹിന് വേണ്ടി ഒരുങ്ങുന്ന ഇമാമിങ്ങൾ ഈ മാസങ്ങളിൽ കൂടുതലായി ഖുർആൻ ഓതി അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മാസം. അതുപോലെ തന്നെ ഉലമാക്കളായ ആളുകൾ സാധാരണക്കാരിലേക്ക് റമദാനിൻ്റെ അഹ്കാമുകൾ, വിധിവിലക്കുകൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറെടുക്കുന്ന ഒരു മാസം. എന്തെന്നാൽ ഈ റമദാനിലെ നോമ്പ്, അതിൻ്റെ അനുഷ്ഠാന കർമ്മം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരു വട്ടം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിധിവിലക്കുകൾ, അതിൻ്റെ മര്യാദകൾ, അതിൽ നിന്ന് ആർക്കൊക്കെ ഒഴിവുകൾ ഉണ്ട് എന്നിത്യാദി കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഉണർത്തുന്ന ഒരു കാര്യം, ഒരു രാത്രിയിൽ ഒരു ഹിലാല് കാണുന്നതോടുകൂടി പ്രവേശിക്കേണ്ടുന്ന ഒന്നല്ല റമദാൻ. മറിച്ച് ആ ഖുർആൻ ഓതി അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അത് കൂടുതൽ ഓതി തീർക്കുവാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ അത് തുടങ്ങി വെക്കുക. ഇപ്പോൾ തന്നെ അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് അത് ഓതി തീർക്കുവാനും പഠിക്കുവാനും കഴിയും. മാനസികമായി നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. എന്തെന്നാൽ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസം, ഖുർആനിൻ്റെ മാസമാണ് റമദാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതും പാരായണം ചെയ്യേണ്ടതും ഈ ഖുർആൻ തന്നെയായിരിക്കണം. അതിൻ്റെ ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ റബ്ബിൻ്റെ വാക്കുകളാണ്. അത് നമ്മൾ ഓതും തോറും പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ റമദാൻ, അതിലേക്ക് തയ്യാറെടുക്കേണ്ടുന്ന റമദാൻ എന്തിന് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു നമുക്ക് അറിയിച്ചു തന്നത് ശഹ്റു റമദാൻ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കി. ഓരോ സമുദായത്തിനും ഓരോ കൗമിനും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കി. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ, തഖ്വ നേടിയെടുക്കുവാൻ വേണ്ടി. തഖ്വയാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നോമ്പ് ലക്ഷ്യം വെക്കുന്നത്, നോമ്പ് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടി. എന്താണ് തഖ്വ എന്ന് ചോദിച്ചാൽ
എങ്ങനെയാണ് തഖ്വ നേടുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാടൊന്നും ആലോചിക്കേണ്ട, ഒരുപാടൊന്നും പഠിക്കേണ്ട. വളരെ സംക്ഷിപ്തമായി പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. ഇതാഅത്തില്ല, അള്ളാഹുവിന് കീഴൊതുങ്ങുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ, ഫർളുകൾ നിർവഹിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ചില സമയങ്ങളിൽ ആവേശം കൂടി എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് അതിനുശേഷം ഹറാമുകളിൽ മുഴുകുക, അതല്ല തഖ്വ. മറിച്ച് ഫർളുകൾ, അല്ലാഹു നിർബന്ധമാക്കിയ ഫർളുകൾ നിർവഹിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. അത് എത്രത്തോളം ചെയ്യുന്നോ അത് തഖ്വയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് നോമ്പായി കഴിഞ്ഞാൽ, റമളാനായി കഴിഞ്ഞാൽ നമ്മളിൽ എന്തെന്നില്ലാത്ത ഒരു മാറ്റം ഉണ്ടാകുന്നത്. നമുക്ക് അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണവും വെള്ളവും നമ്മുടെ ഇണകളും പകലിൽ നമുക്ക് ഹറാമായി, നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, നമുക്കതിന് സാധിക്കുന്നു. 11 മാസവും ഭക്ഷിച്ചവർ ഈ ഒരു മാസക്കാലം പകലിൽ ഭക്ഷിക്കാതിരിക്കുന്നു. നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. ആ നിയന്ത്രണങ്ങൾ നമ്മളിൽ തഖ്വയെ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നോമ്പ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ മാറ്റം, അത് തഖ്വയുടെ അടയാളമാണ്. എങ്ങനെ? ഫർളുകൾ നിർവഹിക്കുക, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. നോമ്പ് അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നത് പോലെ ആ ഒരു തയ്യാറെടുപ്പിലേക്ക് നമ്മൾ നീങ്ങുക. മറ്റൊന്ന്, ശുക്ർ കാണിക്കുക. അത് തഖ്വയുടെ അടയാളമാണ്. നോമ്പിൽ നമുക്കതുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നു. അല്ലാഹു ഹലാലാക്കിയ ആ ഭക്ഷണം, ആ ദാഹം, ആ പട്ടിണി നമ്മളിങ്ങനെ അറിയുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ ശുക്ർ ഉണ്ടാകുന്നു. അല്ലാഹു എനിക്ക് നൽകിയതിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നു, എന്തെല്ലാം അല്ലാഹു നൽകി. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹു പറഞ്ഞത്, വഇൻ തുഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, വഇൻ തുഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അത് എണ്ണിയാൽ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ. നമ്മുടെ ആരോഗ്യം, ഒരു ദിവസം ഒന്ന് പ്രയാസപ്പെട്ടാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയപ്പോൾ സാധനങ്ങളെല്ലാം തയ്യാറെടുക്കി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യണം, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ നടന്ന മനുഷ്യന് യൂറിക് ആസിഡ് കൂടിയിട്ട് നടക്കാൻ കഴിയാത്ത ഒരു പ്രയാസം വന്നപ്പോൾ ആ മനുഷ്യന്റെ സങ്കടം, അത് കാലിങ്ങനെ വീങ്ങിയിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നു, എത്ര സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ആ അനുഗ്രഹം അല്ലാഹുവിന് ശുക്ർ കാണിക്കുമ്പോൾ അത് തഖ്വയുടെ അടയാളമാണ്. മറ്റൊന്ന്, എങ്ങനെയാണ് തഖ്വ കൂടുക എന്നറിയുമോ? ഈ ഭക്ഷണവും വെള്ളവും എല്ലാം ഒഴിവാക്കി നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ നമ്മളിൽ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ഒരു സന്തോഷം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ, മറ്റൊന്ന് റബ്ബിനെ കാണുമ്പോൾ. അല്ലാഹു നമുക്കത് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബിനെ കാണാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ മക്കളെല്ലാം ഒരുങ്ങുന്ന എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ്. അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് ഇങ്ങനെ ആഗ്രഹിക്കും, ഭക്ഷണത്തിന് വേണ്ടി, ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുമല്ലേ. എന്നാൽ ഇതുപോലും കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, നല്ല ഒരു വെള്ളം കുടിക്കാൻ പോലും ഭാഗ്യം ലഭിക്കാത്തവർ. ലോകത്ത് അങ്ങനെ പട്ടിണി അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാം ഉണ്ടായിട്ടും രോഗം നിമിത്തം കഴിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലേ നമ്മുടെ ഇടയിലെല്ലാം അങ്ങനെയുണ്ട്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അതെനിക്ക് വേണ്ട, ഇതെനിക്ക് വേണ്ട, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ശരീരം അതുമായി പൊരുത്തപ്പെടുന്നില്ല. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ, പട്ടിണി കൊണ്ട്, രോഗം കൊണ്ട് എല്ലാം പ്രയാസപ്പെടുന്ന ആളുകൾ, അവരെയെല്ലാം നമ്മൾ ഓർക്കാൻ കഴിയണം. നോമ്പ് വരുമ്പോൾ അവരെയെല്ലാം സഹായിക്കാൻ കഴിയണം. അങ്ങനെ ഒരു വിശാലമായ മനസ്സുണ്ടാകുമ്പോൾ അവിടെ തഖ്വയുണ്ടാകും. അതും തഖ്വ നേടിയെടുക്കാനുള്ള വഴികളാണ്. മറ്റൊന്ന് ക്ഷമയാണ്. നോമ്പ് നമുക്ക് നൽകുന്ന ക്ഷമ. ഭക്ഷണവും വെള്ളവും മാത്രം ഒഴിവാക്കലല്ലോ. അതിന് ക്ഷമിക്കാൻ കഴിയുന്നവന് എന്തുകൊണ്ട് എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ടാ, എൻ്റെ സ്വഭാവത്തെ നിയന്ത്രിച്ചുകൂടാ, എൻ്റെ വാക്കുകളെ നിയന്ത്രിച്ചുകൂടാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നില്ലേ, പട്ടിണിയല്ല, അവന്റെ നോമ്പ് റബ്ബിന് ആവശ്യമില്ല. പട്ടിണി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത്. മല്ലം യദഅ ഖൗല സൂർ വൽ അമൽ, മോശപ്പെട്ട വാക്കും പ്രവൃത്തിയും ഒഴിവാക്കാത്തവന്റെ നോമ്പ്, പട്ടിണി അല്ലാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ക്ഷമ, അത് തഖ്വയാണ്, അത് തഖ്വയുടെ അടയാളമാണ്. നോമ്പ് നമുക്കത് നൽകുന്നുണ്ട്. അത് നമ്മൾ ഈ മാസങ്ങളിൽ കൂടുതലായി നോമ്പിനോട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാം നമ്മൾ മാറ്റിക്കൊണ്ടുവരിക. മറ്റൊന്ന്, നോമ്പ് നമുക്കൊരു മരുന്നാണ്, ഒരു ആശ്വാസമാണ്, നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്.
മനസ്സിന് കുളിർമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബീ ഹുറൈറ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കാന യഖൂൽ അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദാ ഇജ്തനബത്തിൽ കബായിർ. ഒരു നമസ്കാരം അടുത്ത നമസ്കാരം വരെയുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ നിന്നിൽ സംഭവിച്ച പാപങ്ങൾ അള്ളാഹു നിന്നിൽ നിന്ന് മായിച്ചു നൽകും. റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ആ പാപങ്ങൾക്കുള്ള പരിഹാരമാണത്. ഇത് ഇജ്തനബത്തിൽ കബായിർ, വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ നിന്നിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്നത്, അതിനുള്ളെല്ലാം പരിഹാരമാണ്, അതിനുള്ള മരുന്നാണ് ഈ റമളാൻ എന്ന് പറയുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം അതാകെ മാറണം. മോശപ്പെട്ട വാക്കുകൾ, പ്രവർത്തികൾ, അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ പോരായ്മകൾ അതിങ്ങനെ എടുത്തിട്ട് പരിഹസിക്കുക, ആളുകളെ കുറവാക്കുക, അവരുടെ ഗീബത്ത് പറയുക, അവരുടെ കുറവുകൾ, പോരായ്മകൾ, അതെല്ലാ മനുഷ്യന്മാരിലും ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഗീബത്ത്. സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ അവനിൽ ഉള്ളതാണ് പറയുന്നതെങ്കിൽ, ഉള്ളത് ഒരുത്തന്റെ പോരായ്മ, അവന്റെ വീക്ക്നെസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതാണ് ഗീബത്ത്. ഒരുത്തന്റെ വീക്ക്നെസ് ഇങ്ങനെ പറയുക, അതാണ് ഗീബത്ത്. ഇല്ലാത്തത് പറയൽ അത് കളവാണ്, അതിന് ഗീബത്ത് എന്ന് പറയില്ല. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഒരു മനുഷ്യനെ കുറിച്ച് ഇല്ലാത്തത് പറയുക, ഉള്ളത് പറയലാണ് ഗീബത്ത്. പച്ചമാംസം തിന്നുക, അതാണ് അല്ലാഹു പറഞ്ഞത്, മരിച്ച മയ്യത്ത് ഭക്ഷിക്കുന്നത് പോലെ, നിന്റെ സഹോദരന്റെ മയ്യത്ത് ഭക്ഷിക്കുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ ഗീബത്ത് പറയുക, ആക്ഷേപിക്കുക എന്നുള്ളത്. അതവന്റെ പോരായ്മയാണ്, അവന്റെ വീക്ക്നെസ് ആണ്. ഓരോരുത്തർക്കും ഇല്ലേ അങ്ങനെ? അവനും അവന്റെ റബ്ബും കൂടി അത് വിട്ടേക്കുക, നമ്മൾ അതിൽ ഇടപെടാതിരിക്കുക എന്നതാണ്. അങ്ങനെ സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ റമളാൻ അടുത്തെത്തി കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അവ്വലു ലൈല മിൻ ശഹ്രി റമളാൻ സുഫിദത്തി ശയാതീൻ വമറദ്ദത്തിൽ ജിൻ. പിശാചുക്കളെ അല്ലാഹു ബന്ധിക്കും, ജിന്നുകളെ അല്ലാഹു ബന്ധിക്കും. വഗുല്ലികത് അബ്വാബിന്നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബ്. നരകത്തിന്റെ കവാടങ്ങളെല്ലാം അല്ലാഹു അടക്കുന്നതാണ്, ഒരൊറ്റ കവാടവും തുറക്കുന്നതല്ല. അൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാൽ ബാബ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും, അതിൽ ഒന്നും അടക്കുന്നില്ല. വയുനാദി മുനാദ്. ആകാശ ലോകത്ത് നിന്ന് ആ ഹിലാല് കണ്ട രാത്രിയിൽ അല്ലാഹു നിശ്ചയിച്ച ഒരു മലക്ക് വിളിച്ചു പറയും, യാ ബാഗിൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിൽ ശർ അഖ്സിർ ഇന്ന ലില്ലാഹി ഉതഖാ മിനന്നാർ വദാലിക കുല്ലു ലൈല. റമളാനിലെ ഓരോ രാത്രിയിലും ഈ മലക്ക് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുമെന്നാണ്, അല്ലയോ ഷർറിൽ മുഴുകിയവനെ, തെറ്റിൽ മുഴുകിയവനെ, ഒന്ന് അവസാനിപ്പിക്കൂ. നന്മ ചെയ്യുന്നവനെ നന്മയിലേക്ക് മുന്നിടൂ. ഓരോ രാത്രിയിലും അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുണ്ട്, അതിൽ പെടുവാൻ നീ പരിശ്രമിക്കൂ എന്ന് അല്ലാഹു നിശ്ചയിച്ച ഒരു മാലാക ആകാശത്ത് നിന്ന് വിളിച്ചു പറയുമെന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഈ സമയം മുതൽ നോമ്പിന് നമ്മൾ തയ്യാറെടുക്കുക, ഖുർആൻ പാരായണം തുടങ്ങി വെക്കുക, ഫിഖ്ഹുകൾ, നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുവാനും കേൾക്കുവാനും തയ്യാറാക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നോമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ര വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും ലഅല്ലകും തഷ്കുറൂൻ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ.
നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുമില്ല. വലിതുക്മിലുൽ ഇദ്ദ, ആ എണ്ണപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കുക. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും ലഅല്ലകും തഷ്കുറൂൻ, അതിനുശേഷം ആ ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ വലിതക്ബിറുല്ലാഹ്, ആ പെരുന്നാളിന്റെ ദിവസം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തക്ബീറുകൾ ഉയർത്തി അള്ളാഹുവിന് ശുക്ർ കാണിക്കുക എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. സഹോദരന്മാരെ, നോമ്പ് അത് നിർബന്ധമായി തീരുന്നത് മുസ്ലിമായ, പ്രായപൂർത്തിയെത്തിയ, വകതിരിവുള്ള, നാട്ടിൽ താമസിക്കുന്ന, ശാരീരിക സൗഖ്യമുള്ള ഓരോ ആണിൻ്റെയും പെണ്ണിൻ്റെയും മേലാണ്. പ്രായപൂർത്തിയെത്തിയിരിക്കണം, വകതിരിവുണ്ടാകണം. ബുദ്ധിസ്ഥിരതയില്ലാത്ത, രോഗം കൊണ്ട് അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, മക്കൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകാം. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. അവരെ പരിചരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അങ്ങേയറ്റത്തെ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല, മക്കളുടെ മേൽ നോമ്പ് നിർബന്ധമില്ല, യാത്രക്കാരൻ്റെ മേൽ നോമ്പ് നിർബന്ധമില്ല, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ മേൽ രോഗം നിർബന്ധമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആജിസ്, അനിസിയാം, വാർദ്ധക്യം എത്തിയ ആളുകൾ, വാർദ്ധക്യം കൊണ്ട് ഇനി നോമ്പെടുക്കാൻ പറ്റാത്ത ആളുകൾ, ലിക്കിബിരിസിൻ, പ്രായം കൊണ്ട്, അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? മിസ്കീന, അവരുടെ ഓരോ നോമ്പിനും ഒരു മിസ്കീനിന് ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. ഓരോ നോമ്പിനും പ്രായച്ചിത്തമായി അവർ ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം നൽകുക. അല്ലാഹു പറഞ്ഞു, വഅലല്ലദീന യുതീഖൂന ഫിദ്യത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീനിനുള്ള ഭക്ഷണമാണ് നൽകേണ്ടത്. നമ്മൾ എന്താണോ കഴിക്കുന്നത് ആ ഒരു ഭക്ഷണത്തിന്റെ പറ്റിയ ഭക്ഷണം ആ പാവപ്പെട്ടവന് നൽകുക. അത് കുടുംബ ബന്ധമുള്ളവർക്ക് നൽകിയാൽ രണ്ട് കാര്യങ്ങളായി. ഒന്ന്, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കലായി, കുടുംബ ബന്ധം ചേർക്കലായി. ഇവിടെ പൈസയല്ല നൽകേണ്ടത്, ഭക്ഷണ സാധനങ്ങൾ വാങ്ങി, അതല്ലെങ്കിൽ ഭക്ഷണമായി തന്നെ കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും അഫ്ളൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരു രോഗിയാണ്, നിത്യരോഗി, ചില ആളുകളുണ്ടാകും ഹാർട്ടിനൊക്കെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചവർ, അങ്ങനെയൊക്കെ മരുന്ന് കഴിക്കുന്നവർ, ചികിത്സ ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഷുഗർ രോഗമുള്ളവർ, അവർക്കൊക്കെ ചിലപ്പോൾ നോമ്പെടുക്കാൻ കഴിയില്ല, നിത്യരോഗിയാണ്. അവർക്കും ഇതേ വിധി തന്നെയാണുള്ളത്. ഓരോ ദിവസത്തെ നോമ്പിനും ബദലായി ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം നൽകുക എന്നുള്ളത്, അതിന് ഒരുപാട് പുണ്യമുണ്ട്, വിഷമിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് സ്വതക്ക നൽകുന്ന പുണ്യം അതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ. ഇനി രോഗം മാറും, റമദാനെത്തി, രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവന് നോമ്പെടുക്കേണ്ട കാര്യമില്ല, പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ നോമ്പെടുക്കേണ്ട കാര്യമില്ല. അവൻ അതിന് പകരമായി മറ്റൊരു ദിവസം നോമ്പെടുക്കുകയാണ്. എത്ര ദിവസമാണോ രോഗനിമിത്തം നമ്മൾ നോമ്പൊഴിവാക്കിയത്, അതിന് ബദലായി റമദാനിന് ശേഷം അത്രയും നോമ്പ് നോറ്റ് വീട്ടുക. ഇത് തന്നെയാണ് അശുദ്ധി ബാധിക്കുന്ന സ്ത്രീകളുടെ, ഹൈള് ബാധിക്കുന്ന, മാസമുറയിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീകളുടെയും ഹുക്ം ഇത് തന്നെയാണ്. ആ ദിവസങ്ങളിലെ നോമ്പൊഴിവാക്കുക, അതിനുശേഷം റമദാനിന് ശേഷം അത്രയും ദിവസം നോമ്പെടുത്ത് വീട്ടുക. അവർ ഫിദിയ നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രയാസമില്ലാതെ നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ നോമ്പെടുത്തു കൊള്ളുക. ഓരോരുത്തരെ കുറിച്ചും അവരവർക്കാണ് അതറിയുന്നത്. അവരുടെ മേൽ ഒന്നും അല്ലാഹു നിർബന്ധിക്കുന്നതല്ല. മറ്റൊന്ന്, മുസാഫിറാണ്, യാത്ര ചെയ്യുന്ന ആളുകൾ. എന്നാൽ നോമ്പ് ഒഴിവാക്കാൻ വേണ്ടി യാത്ര ചെയ്യുക, നോമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി യാത്ര ചെയ്യുക, ആ യാത്രയും ഹറാമാണ്, ആ ചെയ്ത തെറ്റും ഹറാമാണ്. മറിച്ച് അതല്ല സാഹചര്യം, അവൻ്റെ സാഹചര്യം യാത്രയാണെങ്കിൽ അവന് യാത്രയിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹ് നടക്കുന്ന സമയം, റമദാനിലാണ് മക്കം ഫതഹ് നടക്കുന്നത്, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ സ്വഹാബികളോട് നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്രയിൽ നോമ്പെടുക്കാൻ പ്രയാസമില്ല എങ്കിൽ ഓരോരുത്തരും അവരെ കുറിച്ച് അറിയാവുന്നതാണ്, അവർക്ക് നോമ്പെടുക്കാവുന്നതുമാണ്. പിന്നീട് പിടിച്ചു വീട്ടുന്നത് അവന് പ്രയാസമാണ് എങ്കിൽ, അവന് പ്രയാസമില്ലാതെ യാത്രയിൽ നോമ്പെടുക്കാമെങ്കിൽ അവന് നോമ്പെടുത്ത് വീട്ടാവുന്നതുമാണ്. ഇങ്ങനെ സഫർ, ഈ ആയത്തിൽ തന്നെ രണ്ടും പറഞ്ഞിട്ടുണ്ട്, രോഗവും സഫറും. ഇത് രണ്ടിനും ബദലായി നോമ്പെടുത്ത് വീട്ടിയാൽ മാത്രം മതി. അള്ളാഹു പറയുകയാണ്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നിങ്ങളുടെ ഈ മതത്തിൽ അള്ളാഹു ഒരു പ്രയാസവും ഒരുക്കി വെച്ചിട്ടില്ല. അള്ളാഹു ഏറ്റവും സരളമായ, ഏറ്റവും ലളിതമായ
പ്രകൃതിയോട് ചേർന്ന മതമാണ് നമ്മുടേത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മാസത്തിന് വേണ്ടി തയ്യാറെടുക്കുക. അതിലേറ്റവും പ്രധാനം അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക, എത്തിച്ചേരുവാൻ, ആ മാസത്തിൽ പ്രവേശിക്കുവാനും നോമ്പെടുക്കാനും അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച മുഴുവൻ തെറ്റുകളും കുറവുകളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി നൽകണേ യാ അള്ളാഹ്. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, അവർക്ക് നീ പുറത്ത് മാപ്പാക്കി നൽകണേ യാ അള്ളാഹ്. സഹോദരന്മാരെ, നമ്മുടെ ഈ പള്ളിയിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചയിലും വരുന്ന ഒരു സഹോദരന്റെ പിതാവ് ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗീയ പൂങ്കാവനത്തിൽ അള്ളാഹു അദ്ദേഹത്തെയും നമ്മളെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ആ കുടുംബത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. ഏറ്റവും ഖൈറായ നിലയിൽ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു ആ സ്ഥാനവും പദവിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളോട് നീ കരുണ കാണിക്കണേ യാ അള്ളാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളോട് നീ റഹ്മത്ത് ചൊരിയണേ യാ അള്ളാഹ്. അല്ലാഹു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ومنهم الأحياء والأموات اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين لا إله إلا أنت سبحانك إنا كنا من الظالمين رب ارحمهما كما ربيانا صغارا رب ارحمهما كما ربيانا صغارا رب ارحمهما كما ربيانا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما فاطر السماوات